ഒച്ച വെച്ച കൊന്നുകളെ ഞാൻ. ഓടി വരണേ. വിട്. മിണ്ടി പോകരുത്, കൊന്നുകളെ ഞാൻ. പൂജ, പൂജ, നിക്കണേ ഇവിടെ. ഇവിടെ നിൽക്കാൻ ഓടണമെന്നോ പറഞ്ഞു. നിക്കണി. പൂജ, പൂജ വന്നിക്കൽ. എന്ത് പറ്റി? മോനെ മോനെ മുത്തശ്ശി ഇങ്ങനെ കരയാതെ, അവനൊരു കുഴപ്പവും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കും. എന്താ സംഭവിച്ചേ? ആദ്യം ആരോ കുത്തി. നിങ്ങൾ ആളെ കണ്ടില്ലേ? ഇല്ല, ഞങ്ങൾ വരുമ്പോഴേക്കും അവൻ ഓടിപ്പോയായിരുന്നു. പൂജ ഉപദ്രവിക്കാൻ വന്നവന് ആദ്യം ഇടക്കേറി വീണപ്പോ സംഭവിച്ചതാ. അപ്പോ പൂജ ആളെ കണ്ടാണല്ലോ. ഞാൻ കണ്ടു, പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല. ഇനി കണ്ടാ തിരിച്ചറിയോ? വിചാരണ ചെയ്തോണ്ട് നിൽക്കാതെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പോയി അന്വേഷിക്കുന്നതാ. അല്ല, കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. താൻ ചെന്ന് ഡോക്ടറെ കണ്ട് അവനെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്ന് ഒന്ന് ചോദിക്കേ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്. ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് ആ കുറുപ്പ് ജോത്സ്യൻ അന്നേ പറഞ്ഞതല്ലേ? ഇപ്പോഴാണോ ഇതൊക്കെ പറയാൻ പറ്റിയ സമയം? ഏതോ കള്ളം വന്ന കൊച്ചിന്റെ മാല പിടിച്ചു പറിക്കാൻ നോക്കിയപ്പോ അവൻ ഇടപെട്ടതല്ലേ? ജോത്സ്യം പറഞ്ഞാലും ഇല്ലെങ്കിലും ഭാര്യയെ രക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാ. എന്ത് പറഞ്ഞാലും മുത്തശ്ശി എന്തിനെങ്ങനെ ന്യായീകരിക്കുന്നത്? ഞാൻ ആരെ ന്യായീകരിച്ചതല്ല, സത്യം പറഞ്ഞതാ. എങ്ങനെയുണ്ട്? ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ മുറിവേ ഉള്ളൂ. ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അതേ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? കുഴപ്പമില്ല ചേട്ടാ, വേദന ഇപ്പൊ മാറും. പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട്. ശരി. അവൻ ആരാന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല ചേട്ടാ. എന്റെ പൊന്നു മുത്തശ്ശി, എന്നെ വിട്ടോ, ഞാൻ നടന്നോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നടക്ക. വാങ്ങോട്ട് ഇങ്ങോട്ടിരിക്കെ. ഗോമതിയെ കുടിക്കാൻ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തേ. ശരിയമ്മ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല.
ആരെ കുത്തിയെന്ന് വല്ലതും? അന്വേഷണം നടക്കുന്നുണ്ട്. ആ പരിസരത്തുള്ള ഏതോ കള്ളനാ. ഉടനെ കസ്റ്റഡി എടുക്കും. മോളെ, നീ എന്തിനാ ഈ സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് പോയത്? ഞാൻ അപ്പോഴേ പറഞ്ഞത് ആന്റി. പക്ഷേ മുത്തശ്ശിയുടെ ഓരോ നിർബന്ധങ്ങൾ കാരണം. പുത്തൻ പെണ്ണല്ലേ ഇവള്, എങ്ങനെയാ കാതിലും കഴുത്തിലും ഒന്നും ഇല്ലാതെ പുറത്തോട്ട് ആ കൊണ്ടുപോകുന്നത്? അതിന്റെ ഇപ്പൊ കിട്ടിയത്. എന്റെ മുത്തശ്ശി, ഇതിപ്പോ പഴയ കാലമൊന്നുമല്ല. ഇപ്പൊ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഫാഷൻ. ഓ, അത്രയ്ക്ക് ഫാഷൻ ഒന്നും എന്റെ കൊച്ചിന് വേണ്ട. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാകുമ്പോ അല്ലറ ചില്ലറ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ കാണിച്ചെന്നിരിക്കും. അതൊക്കെ ഒരു നാട്ടു നടപ്പാ. അതിനെ സംരക്ഷിക്കാനല്ലേ നാട്ടിലെ പോലീസും പട്ടാളവും ഒക്കെ ഉള്ളത്. ഈ കള്ളന്മാരൊക്കെ ഉണ്ടാകുന്നതേ അവരുടെ വീഴ്ച കൊണ്ടാ. ആ സമ്മതിച്ചു. മുത്തശ്ശി പിടിച്ച മുയലിന് 3 അല്ല 39 കൊമ്പുണ്ട്. ഏതായാലും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ആ വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കേറാനൊന്നും നേരമില്ലമ്മേ. വിവരം അറിഞ്ഞപ്പോ ഓഫീസിൽ നിന്ന് വെപ്രാളം പിടിച്ച് ഓടി വന്നതാ. ഓ 11 മണിക്ക് നിയമത്തൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്കവിടെ എത്തിയേ പറ്റൂ. ഓ ഞാൻ വൈകിട്ട് ഈ വഴി വരാം. അതെ, ടേക്ക് കെയർ മോളെ. ശരി അമ്മേ. ആമി, ഓക്കെ ദത്ത. ശരി. മോനെ വാ, അകത്ത് പോയി കുറച്ചു നേരം കിടക്ക. ചെല്ലു മോളെ. ആ പതുക്കെ. അങ്ങോട്ടിരിക്കാം. ആ നമ്മെ നീ എന്തിനാ പൂജമോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന നിന്റെ ഭർത്താവിനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നിന്റെ കടമയാ. ഞാൻ പറഞ്ഞത് മോക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ എന്നാ പിന്നെ ആദ്യം മോനെ അകത്ത് കൊണ്ടുപോയി കിടത്ത്. കിടക്കാൻ വേണ്ടി മാത്രം എനിക്ക് അസുഖമൊന്നുമില്ല അത് മുത്തശ്ശി. നീയാണോ തീരുമാനിക്കുന്നേ? മുത്തശ്ശി, എനിക്കൊരു കുഴപ്പമില്ല. മോളെ, ഇവൻ ഇങ്ങനെ പലതും പറയാം. എടീക്ക് മോളിതൊന്നും കാര്യാക്കണ്ട. ഒരു കാര്യം ചെയ്, ഇവന്റെ അടുത്തിരുന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവന് കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് എന്റെ മടിയിൽ കിടന്ന് എന്തോരം കഥകളാ കേട്ടിരിക്കുന്നേ. അതില് കുറച്ചൊക്കെ നീ ഇവൾക്കും പറഞ്ഞു കൊടുക്കടാ. ചെല്ല്, രണ്ടുപേരും പൊയ്ക്കോ. ചെല്ല്.